ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാനാണ്. അതായത് നമ്മളുടെ പലരുടെയും കയ്യിൽ ഇങ്ങനത്തെ ഒരു മൾട്ടി ഫങ്ഷൻ പ്രിന്ററുകൾ ഉണ്ടാവും. പക്ഷേ പലതിലും വൺ സൈഡ് സ്കാനിങ് ആണ് സാധാരണ പറ്റാറുള്ളത്. ഈ ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡറിൽ നമ്മൾ ഇട്ടിട്ട് വൺ സൈഡ് സ്കാനിങ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് സ്കാൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ മാനുവലായിട്ട് ഓരോന്നിട്ട് മറിച്ചിട്ട് സ്കാൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതിനൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സാമ്പിളായിട്ടൊരു 3 ഷീറ്റുകൾ ഇരിക്കുന്നുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും സൈഡിൽ ഞാൻ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 6 സൈഡ് ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ആണ് ഞാനിപ്പോൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാധാരണ നിലയ്ക്ക് നമുക്ക് 2 സൈഡ് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സൈഡ് ഇതേപോലെ മാനുവലായിട്ട് ബെഡിൽ വെച്ച് അതേപോലെ തന്നെ അത് മറച്ച് വെച്ച് അങ്ങനെ 2 സൈഡുമാണ് നമ്മൾ സ്കാൻ ചെയ്യാറുണ്ടായിരുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ശരിയായിട്ടുള്ള ഓർഡറിൽ വെച്ചിട്ട് നമ്മൾ ഈ ഡോക്യുമെന്റ് ഫീഡറിൽ നമ്മൾ ഇടണം. അതിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ആദ്യം തന്നെ നമ്മൾ ശരിയായിട്ടുള്ള ഓർഡറിൽ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് ഫീഡറിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യണത്, അതല്ലെങ്കിൽ നിങ്ങൾ പ്രിന്ററിൽ നിന്ന് അല്ലെങ്കിൽ സ്കാനറിൽ നിന്ന് നേരിട്ട് സ്കാൻ ചെയ്യണമെങ്കിൽ അത് സ്കാൻ ചെയ്യുക. അതിൽ നമുക്കൊരു കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് PDF-ലാണ് ആദ്യം സ്കാൻ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് JPG-യിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ PDF-ൽ സ്കാൻ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രദറിൻ്റെ പ്രിൻ്ററാണുള്ളത്. അപ്പോൾ അത് കാരണം ബ്രദറിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ്, കൺട്രോൾ സെൻറ്റർ 4 എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പേജ് ഞാൻ സ്കാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ പേജും സ്കാനായി. അപ്പോൾ നിങ്ങൾക്കത് സ്കാൻ ചെയ്യുന്ന അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം 1 3 5 എന്ന ഓർഡറിലാണ് അത് സ്കാൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കിലത്തെ സൈഡ് നമുക്കിപ്പോൾ സ്കാൻ ആവുന്നില്ലല്ലോ. അപ്പോൾ 1 3 5 ആണ് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ 3 പേജിൻ്റെ ഫ്രണ്ട് സൈഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതങ്ങനെ തന്നെ എടുത്ത് തിരിച്ച് വെച്ച് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കൂടി സ്കാൻ ചെയ്യാം. ഇതേപോലെ എടുക്കുക, എന്നിട്ട് നേരെ ഡോക്യുമെൻ്റ് ഫീഡറിൽ വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് സ്കാൻ ചെയ്യാനായിട്ട് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷ് അടിക്കാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അവസ്ഥയിലുമാണ് നമ്മൾ നിർത്താനായിട്ട്. പിന്നെ നമുക്കിതിൽ കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ കണ്ടിന്യൂ അടിക്കുമ്പോൾ ബാക്ക് സൈഡും കൂടി സ്കാനും. അത് കഴിഞ്ഞ് നമുക്ക് ഫിനിഷ് അടിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സൈഡിൻ്റെ സ്കാനിങ് തുടങ്ങും. ഓക്കെ, അപ്പോൾ എഴുതിയിട്ടുള്ള 6ാമത്തെ പേജാണ് അതിപ്പോൾ സ്കാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4ാമത്തെ, ഓക്കെ, ഇനി 2ാമത്തെ, അങ്ങനെ 3 പേജ് കൂടിയും നമ്മളുടെ സ്കാനിങ് കഴിഞ്ഞു. ഇപ്പോൾ അതെല്ലാം സ്കാനിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. ഇനി നമുക്കിതിൽ ഫിനിഷ് അടിക്കാം. ഓക്കെ, ഫിനിഷ് അടിക്കാം. നമുക്കിനി ആ സ്കാൻ ചെയ്ത ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഓർഡർ മാറി കിടക്കുന്നത് 1 3 5 6 4 2 ഇങ്ങനൊരു ഓർഡറിലായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവുക. നമ്മളങ്ങനെ സ്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിനി ഇത് നോർമൽ 1 2 3 4 5 6 എന്നുള്ളൊരു ഓർഡറിലേക്ക് നമുക്ക് മാറ്റണം. അതിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലക്സ് റീപേജിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ജാവ ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷേ എങ്കിൽ അതിൻ്റെ ഇപ്പോൾ അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു 4 ബട്ടൺ കാണാം. ഇതിൽ ആദ്യത്തെ ബട്ടണിൽ ക്ലിക്ക് ഓർ ഡ്രാഗ് ടു സെറ്റ് ഇൻപുട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫയൽ ഡ്രാഗ് ചെയ്തിടാൻ പോകുന്നത്. ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ 2 ബട്ടൺ കാണാം. ഒന്ന്
ക്ലിക്ക് ടു റീപേജിനേറ്റ് ആൻഡ് 2 ക്ലിക്ക് ടു അൺറീപേജിനേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു വട്ടം നമ്മൾ ഇതേപോലെ ഈ ഒരു ബട്ടൺ കണ്ടോ, ഈ ഒരു ബട്ടണാണ് നമ്മൾ ഇതിനെ റീപേജിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഓർഡറിലല്ലാതെ കിടക്കുന്ന ആ പേജിനൊക്കെ കൂടിയിട്ട് ഓർഡറിലാക്കും. ഇനി എങ്ങാനും നമ്മളത് തെറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൺറീപേജിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ. അത് യൂഷ്വലി നമുക്കതിൻ്റെ ആവശ്യം വരില്ല, ഈ ഒരു ബട്ടൺ മാത്രമാണ് വേണ്ടി വരിക. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ ഫയൽ ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തിടുക. ഇങ്ങനെ ഒരു മെസ്സേജ് വരും, യൂസ് ഇൻപുട്ട് പാത്ത് ആസ് ഔട്ട്പുട്ട് പാത്ത്. അതായത് സെയിം പാത്ത് തന്നെയാണ്, അതായത് ആ സെയിം ഫയലിൽ തന്നെ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ യെസ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിക്ക് ടു റീപേജിനേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീപേജിനേറ്റഡ് 1 ഡോക്യുമെൻറ്റ് വിത്ത് 6 പേജസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് 6 പേജ് റീപേജിനേറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫയൽ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്കിതിൽ കാണാൻ സാധിക്കും, ഇതിൽ കറക്റ്റ് ഓർഡറിൽ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ 1 2 3 4 5 6 അങ്ങനെ അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്കാൻ ചെയ്ത് ഇതേപോലെ റീപേജിനേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ള ഓർഡറിലേക്ക് ആക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്യൂപ്ലെക്സ് സ്കാനറില്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് ഡോക്യുമെൻ്റ് ഫീഡറുള്ള സ്കാനറില്ല എന്നിരുന്നാൽ പോലും നമുക്ക് സാധാരണ ഒരു ഡോക്യുമെൻ്റ് ഫീഡറിൽ ഇതേപോലെ നമുക്ക് പേജസ് ഇട്ട് നമുക്ക് 2 സൈഡും സുഖമായിട്ട് സ്കാൻ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അത് അമർത്തിയാൽ അടുത്ത വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ. താങ്ക് യു.